ഗൈസ്, നാളെ 26 കേരളത്തിൻ്റെ ഒരു വിധി തന്നെ എഴുതുവാണ്. 194 സ്ഥാനാർത്ഥികളുണ്ട്. 2.77 കോടി വോട്ടർമാരുമുണ്ട്. ഇതിൽ എത്ര പേര് വോട്ട് ചെയ്യുമെന്ന് നമുക്ക് നാളെ തന്നെ അറിയാം. ഒട്ടുമിക്ക ആൾക്കാരുടെയും അഭിപ്രായം വോട്ട് ചെയ്യില്ല, എന്താണ് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ അവരോട് പറയും, നിങ്ങൾ വോട്ട് ചെയ്യണം, അത് നിങ്ങളുടെ അവകാശമാണ്. നാളെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ തിരിച്ചുത്തരം പറയണം. ഞാൻ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ്, എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. ഇന്ന് 18 കഴിയുന്ന പല യുവജനങ്ങൾക്കും കൊതിയാണ് വോട്ട് ചെയ്യാൻ. എന്താണെന്നൊന്നും പോലും അറിയത്തില്ല വോട്ട് ചെയ്തിട്ട് പ്രയോജനം. അവർക്ക് ജസ്റ്റ് ഈ വെള്ളയിലൊരു നീല വര, അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം, അവിടെ എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. മിക്ക ആൾക്കാർക്കും അറിയത്തില്ല എന്താണ് ഇതുകൊണ്ടെന്നാണ്. പിന്നെ ചേർത്തിലേ ഒരു പാർട്ടി സ്നേഹമുള്ളവർ കാണും. ഇപ്പോൾ LDF, കമ്മ്യൂണിസം, ആ പാർട്ടിയോട് സ്നേഹമുള്ള പിള്ളേരുണ്ട്. അതുപോലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു മനസ്സിൽ വിചാരം, എന്താണ് വോട്ട് ചെയ്യുന്നത്, എന്തിനാണ്. അങ്ങനെ ഒരു കോളേജ് തലത്തിലുള്ള പിള്ളേർക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇച്ചിരി അറിവുള്ളവർ കാണും. അറിവില്ലാത്തവരുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജസ്റ്റ് എ ഫാൻറ്റസി. ഇങ്ങനെ വിരൽ തൂത്ത് ഫോട്ടോ പിടിക്കുക, ആ ഒരു വോട്ടിംഗ് റൈറ്റ്സ് അത്രയേ ഉള്ളവർക്കൊക്കെ. ഞാനൊക്കെ വോട്ട് ചെയ്യുന്നത് സമയത്ത് കാത്തിങ്ങനെ ഇരിക്കും ഇലക്ഷൻ വരെ. എൻ്റെ കന്നി വോട്ട് കൊടുത്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടുന്ന് പ്രൈമറി സ്കൂളിൽ പോയി, എന്തോ വലിയ ക്യൂ ആയിരുന്നു എന്നറിയോ. എന്നാലും അതൊക്കെ ഒരു രസമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്കെന്തോ പറ്റത്തില്ല, കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇന്ന് എൻ്റെ പ്രായത്തിലുള്ള പല ആൺപിള്ളേരും പല പെൺപിള്ളേരും നാട്ടിലില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഫോർ ബെറ്റർ ലിവിങ്, ഫോർ ബെറ്റർ ലൈഫ്, നല്ലൊരു ജീവിതത്തിന് വേണ്ടി, അല്ലെ സാമ്പത്തികത്തിന് വേണ്ടി അവരൊക്കെ മറുനാട്ടിൽ പോയേക്കുവാണ്. അതായത് UK-ലും ഇംഗ്ലണ്ടിലും കാനഡയിലും അമേരിക്കയിലും അല്ലെങ്കിൽ ഗൾഫിലും ഒക്കെയാണ്. അവിടെ അവർക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ ഇന്നലെയും കൂടി ഒരാളോട് ചോദിച്ചു, നീ തിരിച്ചു വരൂ, സെറ്റിലാവുന്ന അവിടെ തന്നെ. അവൻ പറയുന്നു, എടാ ഇവിടെ സെറ്റിലാവുന്നത് തന്നെ ബെറ്റർ. കാരണം അവൻ ഇവിടെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് 9 മണിക്കൂർ അല്ലെ 10 മണിക്കൂറിൽ കിട്ടുന്നത് വെറും 12,000 രൂപ. അതേ ജോലി അവൻ അവിടെ പോയി ചെയ്യുന്നത് അവന് കിട്ടുന്നത് 1 ലക്ഷത്തിൽ മേലെയാണ് ആസ് ഇന്ത്യൻ മണി. അവിടെ അവൻ്റെ എല്ലാ ചിലവ് കഴിഞ്ഞിട്ടും അവന് നല്ല രീതിക്ക് കാശ് നിൽക്കും. അവിടെ അവൻ എത്രയും ജോലി ചെയ്യണ്ട. അവിടുത്തെ ഗവൺമെൻറ് ഓരോന്നിനും റൂൾ വെച്ചിട്ടുണ്ട്, ഇത്ര മണിക്കൂറേ ജോലി ചെയ്യാവൂ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഓഫൊക്കെയാണ്. അതെല്ലാം ഉണ്ട്. എന്തിന് നമ്മുടെ ഏറ്റവും കേരളത്തിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ അമേരിക്ക, ലണ്ടനിലൊക്കെ പോയേക്കാം. എന്തുകൊണ്ട്? ഇന്ന് കേരളത്തിൽ പഠിച്ചിറങ്ങിയാൽ കിട്ടുന്ന ശമ്പളം, തുടക്ക ശമ്പളം, മിക്ക ഡിഗ്രിക്കാർക്ക് അല്ലെങ്കിൽ എങ്ങനെ ആണെങ്കിൽ പോലും 8,000 രൂപയാണ് സ്റ്റാർട്ടിങ്. പെൺപിള്ളേർക്ക് അതിലും താഴും. ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. 20,000 താഴെയായിരിക്കും മിക്ക. ഇന്ന് കേരളത്തിൽ ഒരു ചായ കുടിക്കണമെങ്കിൽ 10 രൂപയാണ്. ആ ചായ ഉണ്ടാക്കുന്ന മിൽമപ്പാലിൻ്റെ വിലയും കൂട്ടി. ചിലയിടത്ത് ചായക്ക് 12ആയി, അതിന് മേലെ ചായക്ക് ചാർജ് ചെയ്യുന്നതും ഉണ്ട്. ഈ 10 രൂപയുടെ ചായ 2 നേരം കുടിച്ചാൽ തന്നെ 10 ദിവസം കൊണ്ട് 200 രൂപയാകും. 30 ദിവസമാകുമ്പോൾ
600 രൂപ. പിന്നെ അവരുടെ രാവിലത്തെ ആഹാരം, ഉച്ചയ്ക്കത്തെ, വൈകിട്ടത്തെ ആഹാരം, പിന്നെ ചില്ലറ ചിലവ്. ഇതെല്ലാം കൂടെ ഒരു 10,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവന് ബാലൻസ് അപ്പം എത്ര ഉണ്ട്? അവൻ്റെ വീട്ടിൽ അയച്ചു കൊടുക്കാൻ എത്ര രൂപ കാണും? വേറെ വല്ലയിടത്ത് പോയി ജോലി ചെയ്യുന്നെങ്കിൽ. പിന്നെ കോയമ്പത്തൂരൊക്കെ ഉള്ളൊരു കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന കൂട്ടുകാരുണ്ടായിരുന്നു. അവർക്ക് 10,000 രൂപ. അവനൊക്കെ മുണ്ട് മുറുക്കിയാണ് അവിടെ കഴിഞ്ഞത്. അതാണ് പറയുന്നത്, നമ്മുടെ ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ജയിച്ചു പോകുന്നവർ നമുക്ക് എന്ത് നൽകുന്നു? ഒന്നുമില്ല. ഇപ്പോഴും മോഹന വാഗ്ദാനങ്ങൾ മാത്രം. ഇന്ന് ഏറ്റവും കൂടുതൽ നേഴ്സുമാർ OET എല്ലാം ഇത് IELTS ഇതെല്ലാം എഴുതി പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു നേഴ്സിനോട് ശമ്പളം 15,000 ഉള്ളൂ. പുറത്തോട്ട് പോയാൽ അവർക്ക് കിട്ടുന്നത് 1.5 ലക്ഷം രൂപ. എത്ര ദിവസം ജോലി ചെയ്യണം? ഇവിടെ എല്ലാ ദിവസവും അവർക്ക് വർക്ക് ചെയ്യണം, അവിടെ എല്ലാ ദിവസവും അവർക്ക് വർക്ക് ചെയ്യണ്ട. അങ്ങനെ പല ബെനിഫിറ്റ്സും ഉണ്ട്. അങ്ങനെ എല്ലാ ജോലിക്കും ഓരോ ബെനിഫിറ്റ്സ് ഉണ്ട്. പുറങ്ങളിലോട്ട് പോയി നമ്മുടെ ഇവിടെ. പിന്നെ അതുപോലെ തന്നെ പുറത്തുള്ള എത്ര ആൾക്കാർ ഇവിടെ വന്ന് ജീവിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ബെറ്റർ ലിവിങ് ആണ്, കേരളത്തിൽ നല്ല സാഹചര്യമാണ്. ഒന്നുമില്ല. എല്ലാവരും വരും, പ്രകൃതി അടിപൊളി, ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ആരും സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിനൊക്കെ കാരണം നമ്മുടെ ഈ ഗവൺമെൻറ്റും ഇതൊക്കെ തന്നെ. പാർട്ടി വരും, നാളെ BJP വരും, അല്ലെ കോൺഗ്രസ് വരും, LDF വരും. എന്ത് മാറ്റം? റോഡുകൾ പൊളിക്കുക, പണിയുക, റോഡുകൾ പൊളിക്കുക, പണിയുക, ഇതൊക്കെ ഉള്ളൂ. പിന്നെ ബെനിഫിറ്റ്സ് ഉണ്ടാവും കോർപ്പറേറ്റ് കമ്പനീസിന്. അല്ലാതെ ആർക്ക്? സാധാരണക്കാർക്ക് ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ വരെ ബുദ്ധിമുട്ടുണ്ട്. അവൻ ഏതെല്ലാം അറ്റം വരെ പോകണം. ഗവൺമെൻറ് ഓഫീസിൽ ചില പേപ്പറുകൾക്കൊക്കെ നമ്മൾ എത്ര നാൾ കാത്തിരിക്കണം. എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്. ഒരു പേപ്പർ കിട്ടാൻ അവിടെ പോകണം, ഇവിടെ പോകണം. പക്ഷെ കാശുള്ളവനെന്നും പെട്ടെന്ന് പൈസ കൊടുക്കും. കിങ്ഫിഷറിൻ്റെ മുതലാളി എന്ത് രണ്ടാമത്തെ അല്ല, അടുത്ത കല്യാണം കഴിക്കാൻ പോകുന്നെന്നാണ് കേട്ടത്. അവരുടെയൊക്കെ ജീവിതം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അതേണ്ട സ്ഥാനാർത്ഥികളൊക്കെ മോഹന വാഗ്ദാനങ്ങളാണ് തോന്നിയത്. ഇതിലെത്ര എണ്ണം നിറവേറും നമുക്ക് കണ്ടറിയാം. നിറവേറ്റുന്നവരുണ്ട്, അതിൽ ചുരുക്കം ചില ആൾക്കാരുള്ളൂ, അത് നമുക്കറിയാം. പക്ഷെ ഞാനിവിടെ പറയുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കി എന്ത് സാധനത്തിനുണ്ട് വില കൂടെ. ഇത് ഞാനൊരു ചാനലിനകത്ത് കണ്ടേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വില കൂടി. വീട്ടുകര, സ്ഥലക്കര, പാല്, പച്ചക്കറി, ട്രാൻസ്പോർട്ടേഷൻ, പെട്രോള്, ഡീസൽ, ഗ്യാസ്. ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ചിലതിലെല്ലാം കുറച്ച് വെച്ചേക്കും. ഇനി ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന്. അന്നേരമാണ് ബാക്കി ഇനി അനുഭവിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റൊക്കെ ഒരു തീരാണ്. BJP മതപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉപയോഗിച്ചാണ് ഇലക്ഷൻ പ്രചരണമായാലും കാര്യം നടക്കുന്നത്. ശരിയാണ്, ഹിന്ദു രാഷ്ട്രമാണ്. പക്ഷെ നമ്മളെല്ലാവരെയും വെൽക്കം ചെയ്യണം. നമുക്കിവിടെ ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യനില്ല, എല്ലാവരും ഒരുപോലാണ് എന്ന് കാണണം. അതെല്ലാം ഒരു ഡെമോക്രാറ്റിക് രാജ്യം വേണ്ടത്. ജാതി വിവേചനം എല്ലാം ഉണ്ട്. ഇപ്പോൾ വേണ്ട ഇടയ്ക്ക് പറയുന്നു, എന്താ പറയുന്നത്, നേതാവിൻ്റെ അത് ഇവിടെ പറയുന്നില്ല, ശരിയാത്തില്ല. എല്ലാവരും എന്തോ ഉക്രൈൻ്റെ മുകളിലൊക്കെ നിന്ന് വലിയ പ്രചാരണം. ഈ പ്രചരണത്തിൽ എത്ര ബ്ലോക്കാണ് ഉണ്ട്, എത്ര പേരുടെ സമയമാണ് കളഞ്ഞേക്കുന്നത്.
ഒരു ആംബുലൻസ് വരുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു. പോകാൻ പറ്റത്തില്ല, തിരിച്ച് വീട്ടിൽ വേറെ വഴി കൂടെ പോകണം. പിന്നെ പ്രചരണം ഇതുവഴി നടക്കും. ഈ ദേഷ്യമുള്ളവർ എന്തിനീ കല്ലെറിയുന്നത്? ആ കല്ലെറിഞ്ഞ് അയ്യോഭാവിയായിട്ട് ഒരാളുടെ ദേഹത്തെ കൊണ്ട് എന്തെങ്കിലോ ജസ്റ്റ് നമ്മുടെ മർമ്മത്ത് എവിടെയെങ്കിലും കൊണ്ടാൽ മതി. ഞാൻ കണ്ടേ കോൺഗ്രസിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ ഇടയ്ക്ക് കല്ല് വലിച്ചെറിയുന്നത്. എവിടെയെങ്കിലും ഒന്ന് കൊണ്ടാൽ ഒരു ജീവൻ പോകത്തില്ലേ? ഇന്നത്തെ കാലമാണ്, ഒരു സൂചി മതി ജീവൻ പോകാൻ. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക, പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക. അതേ ഉള്ളൂ എനിക്ക് പറയാം.